ഞാൻ ദീർഘകാലം MLA-യും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നപ്പോൾ ആദ്യമായി AK ആന്റണി മന്ത്രിസഭയിലാണ് അംഗമായത്. അപ്പോൾ എൻ്റെ വകുപ്പ് ഏതാണെന്ന് മാധ്യമങ്ങളൊക്കെ ഒരുപാട് ഊഹാപോഹങ്ങൾ നടത്തി. പക്ഷേ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയുടെ അന്ന് രാവിലെ വിളിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് പ്രവാസി സമൂഹമാണ്, അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുണ്ടാക്കി. ആ ഡിപ്പാർട്ട്മെൻറ്റ് വാസ്തവത്തിൽ മുഖ്യമന്ത്രിയാണ് അത് ഏറ്റെടുക്കേണ്ടത് എന്ന് ഞാൻ അദ്ദേഹത്തോട് അഭിപ്രായം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ല, മലയാളികളുടെ ഒരു കേരള സർക്കാരിൻ്റെ അനൗദ്യോഗിക അംബാസഡറായി ഈ വകുപ്പ് നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യത്തെ നോർക്ക മന്ത്രിയായി നിങ്ങളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അത് നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. എനിക്ക് വാസ്തവത്തിന് വലിയ വിഷമം തോന്നി. കാരണം എന്തെല്ലാം വകുപ്പുകളുണ്ട് രാജ്യത്ത്, എല്ലാ വകുപ്പുകൾക്കും ഞാൻ മന്ത്രിയാവുന്ന ആളുകൾ ഏതായാലും നല്ല വകുപ്പുകൾ, ഞാൻ അഴിമതി നടത്താൻ വേണ്ടിയൊന്നുമല്ല, പക്ഷേ ഏറ്റവും നല്ല വകുപ്പിൽ മന്ത്രിയാകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരെ ഞാനും ആഗ്രഹിച്ചു. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഷോക്കായിരുന്നു. പ്രവാസി മന്ത്രി, സംഗതി പ്രവാസികൾ നാടിൻ്റെ നട്ടെല്ലാണെന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ മന്ത്രിയായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയേക്കാൾ പ്രവർത്തിച്ചാൽ ഏറ്റവും ശക്തമായ പിന്തുണ കിട്ടുന്ന ഒരു വകുപ്പ് പ്രവാസി വകുപ്പും പ്രവാസി മന്ത്രിയുമാണ്. ആദ്യമായിട്ട് ചന്ദ്രസേനൊക്കെ അന്ന് ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു, ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ ദുബായിലേക്ക് പോയ അനുഭവം ഞാൻ ഓർക്കുകയാണ്. സത്യത്തിൽ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങും. അന്ന് റേഡിയോ വളരെ പ്രചാരത്തിലാണ്. അന്ന് മറ്റേ UAE-യിൽ റേഡിയോ ധാരാളം ജനങ്ങൾ കേൾക്കുന്നത് അന്ന് ചാനലുകളേക്കാൾ കൂടുതൽ. ഞാൻ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്രധാനമന്ത്രിയോ ഒരു രാഷ്ട്രപതിയോ ഒക്കെ വന്ന് ഒരു രാജ്യത്ത് ഇറങ്ങുന്നത് പോലെ ചാനലുകൾ പ്രക്ഷേപണം ചെയ്യുകയാണ്. എന്താണ്, കേരളത്തിൻ്റെ ആദ്യത്തെ പ്രവാസികാര്യമന്ത്രി ഇതാ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങുന്നു, അദ്ദേഹത്തിന് ഔദ്യോഗികമായി ഇവിടെ നിന്ന് സ്വീകരിച്ച എംബസിക്കാർ കൊണ്ടുവരുന്നു. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് എൻ്റെ ബന്ധുക്കളെ എന്നെ കേൾപ്പിക്കുകയാണ്. അപ്പോൾ പ്രവാസി വകുപ്പിന് ഈ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഇത്രയധികം ജനങ്ങൾ അതിനെ ആകാംക്ഷയോടുകൂടി താല്പര്യത്തോടുകൂടി കാണുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എനിക്ക് കിട്ടിയ വകുപ്പ് മറ്റാർക്കും കിട്ടാതെ എനിക്ക് തന്നെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് കാണാം. ആ ഭാഗ്യം പോലെയാണ് ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നത്. കാരണം ഈ പ്രവാസി ഭാരതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ അവസരമുണ്ടായി. അന്ന് ഇതുപോലെ ഇതിനേക്കാൾ വലിയൊരു ഹാളിൽ നിറഞ്ഞ് കവിഞ്ഞ് ആളുകളായിരുന്നു. ഇന്നിപ്പോൾ ഇത് ദുബായിലോ അല്ലെങ്കിൽ വേറെ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയാണ് നടക്കുന്നതെങ്കിൽ ശരിക്കും ഇതൊരു റേഡിയോ മഹോത്സവം തന്നെയായി മാറുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് അബ്ദുറഹ്മാനും ചന്ദ്രസേനും ഒന്നും നിരാശപ്പെടേണ്ട. കാരണം ഇത് 42 ദശലക്ഷം മലയാളികളിലേക്ക് പോകുന്ന ഒരു പ്രക്ഷേപണം, അത് നിസ്സാര കാര്യമൊന്നുമല്ല. ഈ കേരളത്തിൽ ഞാൻ നോർക്ക CEO-യോട് ചോദിക്കുകയായിരുന്നു. ഞങ്ങൾ നേരത്തെ ഇതിൻ്റെ ഒരു കണക്കെടുപ്പ് നടത്തി. 40 ലക്ഷത്തിലധികം മലയാളികൾ പ്രവാസികൾ ലോകമെമ്പാടുമുണ്ട്. അതിലൊരു 80% ഗൾഫ് രാജ്യങ്ങളിലാണ്. ഒരിക്കൽ എനിക്കുണ്ടായ ഒരു അനുഭവം പറയുമ്പോൾ അറിയാം പ്രവാസികളെക്കുറിച്ച് മറ്റ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ എങ്ങനെയാണ് അവർ വീക്ഷിക്കുന്നത്. UAE-യിലെ ഇൻറ്റീരിയർ മിനിസ്റ്ററെ കാണാൻ പോവുകയാണ് മന്ത്രിയായി ആദ്യം ചെല്ലുമ്പോൾ. എന്നോടൊപ്പം വന്നുള്ളത് നോർക്കയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള വൈസ് ചെയർമാനായിട്ടുള്ള യൂസഫ് അലി, അദ്ദേഹത്തിൻ്റെയും കൂടി ഒരുമിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ യൂസഫ് അലിയോട് ചോദിച്ചു, അദ്ദേഹം UAE-യിലെ ഇന്ത്യൻ പോപ്പുലേഷൻ എത്രയാണ്, മലയാളി പോപ്പുലേഷൻ എത്രയാണ്? യൂസഫ് അലി മറുപടി പറയുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് കാറി കയറിപ്പിച്ചു, എന്താ മറുപടി? എനിക്ക് മറുപടി പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, ആ പോപ്പുലേഷൻ പറഞ്ഞാൽ മോർ ദാൻ UAE നാഷണൽസ് എന്ന് എനിക്ക് ആ കണക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇൻറ്റീരിയർ മിനിസ്റ്റർ വിചാരിക്കുമല്ലോ ഈ രാജ്യ വോട്ടവകാശമൊക്കെ കൊടുത്ത് ഇവരെ പുറകെ കേരളീയരാണ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവസാനം ഈ ദുബായിലെ ഭരണാധികാരികളെല്ലാം പുറത്താക്കി ഈ രാജ്യം ഇവർ കൈയടക്കുമോ എന്നവർ പേടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഞാൻ പോയ അവസരത്തിൽ അവിടെയെല്ലാം ഉള്ള ഭരണാധികാരികൾ അവർ ഇന്ത്യൻ സമൂഹത്തെയും പ്രത്യേകിച്ച് അതിലേറ്റവും കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നത് മലയാളി സമൂഹത്തെയാണ്. ആ മലയാളി സമൂഹത്തിൻ്റെ അവരുടെ ഒരു ശബ്ദമായി ഈ പ്രവാസി ഭാരതി മാറിക്കഴിഞ്ഞു. ഇനി മറ്റ് രാജ്യങ്ങളിലേക്ക് മാറാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ധരിക്കുന്നത് എന്താ, ഗൾഫ് രാജ്യമെന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഗൾഫിൻ്റെ അല്ലെങ്കിൽ വിദേശ രാജ്യത്തെ നമ്മുടെ
മലയാളി പ്രമുഖരായിട്ടുള്ള ആളുകളുടെ ചിത്രമാണ് മനസ്സിൽ വരുന്നത്. ഇപ്പോൾ യൂസഫ് അലി, അല്ലെങ്കിൽ രവിപിള്ള, ഗൾഫാർ മുഹമ്മദ് അലി, ഇങ്ങനെ കുറേ ആളുകളുണ്ട്. പക്ഷെ അതൊന്നുമല്ല ഗൾഫിലെ മലയാളികൾ. അവരെ കണ്ടുകൊണ്ട് ഗൾഫിലെ മലയാളികളുടെ പ്രതിനിധികൾ, അല്ലെങ്കിൽ അവരാണ് ഗൾഫ് മലയാളികളുടെ യഥാർത്ഥ അവകാശികളെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാ. ഇവർ നടത്തിയ പരിപാടിയിലൂടെ ഗൾഫിലെ സാധാരണക്കാരൻ, ഗൾഫിൽ ഈ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവർ, മണലാരണ്യത്തിൽ ജീവിക്കുന്ന ആളുകൾ, അവരുടെ കഷ്ടപ്പാട്, ദുഃഖം, പ്രയാസം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിയുന്ന സംരംഭങ്ങൾ ഉണ്ടാവണം. നമ്മൾ പ്രശസ്തരായിട്ടുള്ള ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചിട്ടുള്ളവരാണ്, സിനിമ കണ്ടു. ആ ആടുജീവിതത്തിൽ അറിയാം ഒരു സാധാരണ മലയാളി എത്രമാത്രം അവിടെ ഒരു ജോലി സമ്പാദിക്കാൻ പെടുന്ന പാട്, ജോലി സമ്പാദിച്ചു കഴിഞ്ഞാൽ അവൻ കഷ്ടപ്പെടുന്ന അവസ്ഥ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നും അത് പൂർണ്ണമായും നമുക്ക് നമ്മുടെ രണ്ട് രാജ്യങ്ങൾ, കേരളവും ഇന്ത്യയും ഗൾഫും തമ്മിൽ മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഈ ഡയസ്പോരയെ സംബന്ധിക്കുന്ന ഒരുപാട് പരസ്പര ധാരണകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, എഗ്രിമെൻറ്റുകൾ. അതിലൊന്നും തന്നെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പാലിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതുകൊണ്ടാണ് ഈ പ്രവാസികൾക്ക് സമ്പാദ്യത്തിന് വേണ്ടി ചെട്ടി. ഇതെല്ലാം ഞാൻ ഈ ആദ്യത്തെ മന്ത്രിയായപ്പോൾ ഞാൻ നോക്കുമ്പോൾ വകുപ്പില്ല, അതിന് പ്രത്യേക ബജറ്റ് ഹെഡില്ല, അതിനൊരു സംവിധാനവുമില്ല. ഇതെല്ലാം ആദ്യത്തെ 3.5 വർഷക്കാലം ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് അത് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ സ്ഥാപക, അല്ലെങ്കിൽ ആദ്യത്തെ നോർക്ക മന്ത്രി എന്ന നിലയ്ക്ക് എനിക്ക് ഈ വലിയൊരു ജനവിഭാഗത്തെ നമുക്ക് കേരളത്തിലെ ിലേക്ക് ബന്ധപ്പെടുത്താൻ ചെയ്ത ഒരു കാര്യം. യഥാർത്ഥത്തിൽ വിദേശകാര്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ ഭരണഘടനാപരമായ അവകാശമുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്, ഫെഡറൽ ഗവൺമെൻറ്റിനാണ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ എല്ലാം ചുമതല. പക്ഷേ ഇത് നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു വകുപ്പുണ്ടായപ്പോൾ അതിൻ്റെ മാതൃക സ്വീകരിച്ച് ഇന്ത്യയിൽ പഞ്ചാബ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടായി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ താങ്ങി നിർത്തുന്ന, കേരളത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു വിദേശത്ത് പ്രവർത്തിക്കുന്ന ആളില്ലാത്ത ഒരു അംഗമില്ലാത്ത ഒരു കുടുംബം നമ്മുടെ നാട്ടിലുണ്ടോ? നമ്മൾ വാസ്തവത്തിൽ സാധാരണ നാട്ടിൻപുറത്ത് പറയുമ്പോൾ ലക്ഷ്യേണ്ടത് കഞ്ഞി കുടിച്ച് കഴിയുന്നത് കേരളത്തിൻ്റെ എല്ലാ ഐശ്വര്യത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം എന്താ? വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളികളാണ്.